ജീവിതം മുന്നോട്ട് എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മോടൊപ്പം ഇപ്പോൾ സൈഫുള്ള വൈത്തിരി, അദ്ദേഹം ഈ ടൂറിസം മേഖലയിലെ ഒരു സംരംഭകൻ കൂടിയാണ്. സ്വാഗതം ശ്രീ സൈഫുള്ള. നമ്മൾ ഈ ജീവിതോപാധികളും വരുമാന മാർഗങ്ങളും അവിടെ പാടെ തകർന്നു പോയ മനുഷ്യർ കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ വരുമാന മാർഗങ്ങളും ജീവിതോപാധികളും പുനർനിർമ്മിക്കുന്ന ചർച്ചയിലേക്ക് വരുമ്പോൾ തന്നെയും ടൂറിസം മേഖലയിൽ കൂടി കുറെ കൂടി ശ്രദ്ധ അർപ്പിക്കേണ്ടതുണ്ട്. കാരണം ആ മുണ്ടക്കൈക്ക് മുകളിലൊക്കെ കുറെ റിസോർട്ടുകൾ ഈ മലവെള്ളപ്പാച്ചിലിനൊപ്പം അതിന്റെ അവശേഷിപ്പുകൾ പോലും ബാക്കിയാകാതെ തകർന്നുപോയ കുറെ ടൂറിസം സ്പോട്ടുകൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ. നമ്മൾ ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം സെർച്ച് ചെയ്തപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ആ മേഖലയിൽ ഇനി ടൂറിസം എത്ര കണ്ട് സാധ്യമാണ്? ആ മേഖലയിലേക്കൊക്കെ നിങ്ങളൊരു അന്വേഷണമൊക്കെ നടത്തിയിരുന്നോ? എങ്ങനെയാണ് ആ ഭാഗങ്ങളിലുള്ള സാധ്യത എത്രത്തോളമാണ് ഈ ടൂറിസം രംഗത്ത്? ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. അത് മുണ്ടക്കൈ ഭാഗങ്ങളിൽ റിസോർട്ടുകൾ പൊതുവെ കുറവാണ്. ഈ അട്ടമല ഭാഗത്തേക്കാണ് റിസോർട്ടുകൾ കൂടുതലായി പ്രവർത്തിക്കുന്നത്. ഈ ഭാഗത്ത് മുണ്ടക്കൈ ഭാഗത്ത് ഒരു 4-5 റിസോർട്ടുകൾ മാത്രമാണ് ഈ ഒരു ദുരിതത്തിന്റെ ഭാഗമായിട്ടുള്ളത്. റിസോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഹോം സ്റ്റേകൾ മാത്രം, ചെറിയ ഹട്ടുകളൊക്കെ ആയിരുന്നു അല്ലെ? ഹോം സ്റ്റേ ഒക്കെ പോലെ പ്രകൃതിക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാക്കാതെ നിർമ്മിച്ച ചില ഹട്ടുകളൊക്കെ ആയിരുന്നു. അതൊക്കെ പൂർണ്ണമായി നമുക്ക് എത്ര കണ്ട് ടൂറിസം മേഖല എത്ര കണ്ട് നാശനഷ്ടം നിങ്ങൾ കണക്കാക്കുന്നുണ്ട് ഈ ദുരന്തത്തിൽ? അത് കൃത്യമായൊരു കണക്ക് ആയിട്ടില്ല. എങ്കിലും വലിയൊരു ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഏരിയയിൽ പൊതുവെ ദുരന്തവുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങൾ കുറവാണെങ്കിലും ഇതുമായി ഉപജീവനമാർഗം വഹിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തട്ടുകടയുള്ള തൊഴിലാളികൾ മുതൽ വൻകിട ഹോട്ടൽ നടത്തുന്ന ആളുകൾ വരെ പ്രതിസന്ധിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ടൂറിസം സ്തംഭനാവസ്ഥ എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ടൂറിസം കടന്നുപോകുന്നത് വയനാട് ജില്ലയിൽ. തീർച്ചയായും ആ മേഖലയിലേക്കൊന്നും ഇനി ആളുകൾ വരില്ല. ഇനിയിപ്പോൾ ഈ മലവെള്ളപ്പാച്ചിൽ കടന്നുപോയ ഭാഗങ്ങളിലൊക്കെ നമുക്കിനി ഒന്നും ഉണ്ടാക്കുക സാധ്യമല്ല. പക്ഷെ അതിന് ഓരങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെയും ആളുകൾ പഴയ പേടിയിൽ അങ്ങോട്ടേക്ക് വരികയൊന്നുമില്ല. പക്ഷെ അപ്പോൾ അട്ടമലയിലും ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും കുറെ ഹോം സ്റ്റേകളൊക്കെ ഉണ്ടല്ലോ അല്ലെ? അതിനും കാര്യമായ പ്രശ്നങ്ങളുണ്ടോ? ഈ സമയം ആളുകൾ എത്താത്ത പ്രതിസന്ധി ഉണ്ടോ? ഈ അട്ടമല ഭാഗത്തുള്ള ടൂറിസം കേന്ദ്രങ്ങളോ റിസോർട്ടുകളോ ഹോം സ്റ്റേകളോ ഒന്നും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതികൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇത് കൂടാതെ മറ്റു കേന്ദ്രങ്ങളായ ബാണാസുര, കൽപ്പറ്റ പോലുള്ള സ്ഥലങ്ങളിൽ, വൈത്തിരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് പ്രതിസന്ധി നിലനിൽക്കുന്നത്. കാരണം വയനാട് മൊത്തത്തിൽ തകർന്നു എന്ന നിലയ്ക്കുള്ള ഒരു പ്രചരണം ഉണ്ടായപ്പോൾ വയനാട്ടിലേക്ക് പൊതുവെ ആളുകൾ വരാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള പ്രതിസന്ധിയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ മെയിൻലി നേരിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചൂരൽമലയുടെ തൊട്ടടുത്ത വയനാട് നമ്മുടെ എന്താ പറയാ, നമ്മുടെ എന്റർടൈൻമെന്റ്, നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറെ കൂടി പ്രയാസം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിനുള്ളിലേക്ക് ഒരു കുളിരായി പെയ്തിറങ്ങുന്ന ഒരു നാട് കൂടിയാണ്. നമുക്ക് വലിയ ആശ്വാസവും ഒക്കെ നൽകിയിരുന്ന ഒരു മണ്ണാണ്. അപ്പോൾ ഈ ദുരന്തമുണ്ടായതിനു ശേഷം നമ്മുടെ മാനസിക നില വയനാടിനെ കുറിച്ചുള്ള, അപ്പൊ കോടമഞ്ഞ് കാണുമ്പോൾ പേടിയാണെന്നൊക്കെ ചൂരൽമലയിലെത്തിയപ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നിലക്ക് നമ്മുടെ മനോഭാവം മാറേണ്ടതുണ്ട്. വയനാട് ഇപ്പോഴും അതിന്റെ മനോഹാരത്തിൽ നിലനിർത്തി പല ഭാഗങ്ങളും അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ അധികൃതർ റീബിൽഡ് വയനാട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ടൂറിസം മേഖലയെ കൂടി നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കേണ്ടതുണ്ട്, റീബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പുനരധിവാസത്തിന് മേഖല അതും കൂടി വരും എന്നുള്ളൊരു പ്രതീക്ഷ ഈ മേഖലയിൽ ആളുകൾ കൂടി പങ്കുവെക്കുകയാണ്. എന്തായാലും കേരളത്തിന്റെ ഒരു അറ്റത്തെ, വയനാട് ജില്ലയിലെ ഒരു അറ്റത്തെ, മേപ്പാടിയുടെ ഒരു അറ്റത്ത് ഒരു